ഹായ് ഗായ്സ്, റീജിയൻ ഒഫീഷ്യൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അമ്മച്ചൻ്റെ ബലി ഇടാനുണ്ടായിരുന്നു. തിരുനെല്ലി ക്ഷേത്രത്തിലിടുന്നത് നമ്മൾ പോകുന്ന വഴി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മള് ഇത് ഉള്ളിയേരി കുറ്റ്യാടി ആ റൂട്ടാ പോകുന്നേ. മെയിൻ വയനാട് റൂട്ടല്ല, താമരശ്ശേരി ചുരം കയറിയിട്ടല്ല പോകുന്നത്. താമരശ്ശേരി ചുരം നമ്മൾ ഓൾറെഡി പോയതാണ്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ചുരം മാറ്റി പിടിച്ചു. ഇരുട്ടാണ് ഇപ്പൊ, സമയം 6:35 ആയുള്ളൂ. അപ്പം ഇരുട്ടാണ്. കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് നല്ല വ്യൂ കിട്ടും. ഞങ്ങളെ കൂടെ ഒരാളും കൂടെ ഉണ്ട്, പക്ഷെ കാണുന്നില്ല. എൻ്റെ അനിയൻ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വിശദമായിട്ട് കാണാം. പിന്നെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്, അവര് വേറെ വണ്ടിയിലാണ്. നമ്മളെ കാറിൽ മഞ്ഞ് നല്ല വ്യൂ ഉണ്ട്. മൊബൈലിൽ എത്ര ക്ലാരിറ്റി ഉണ്ടാവുന്ന അറിയില്ല. നല്ല രസമുണ്ട്, നല്ല കാലാവസ്ഥ. നല്ല കോടയുണ്ട് ഗായ്സ്, നോക്കിയേ, ഒന്നും കാണുന്നില്ല. ശരിക്കും ഇങ്ങനെ വീശി വീശി പോകുന്നുണ്ട്, പക്ഷെ മൊബൈലിൽ അങ്ങനെ മഴ പെയ്യുന്ന പോലെ തോന്നുന്നുണ്ട് ഞങ്ങൾക്ക്. അടിപൊളിക്ക് ഭയങ്കര ഇഷ്ടായി. ഇത് നോക്കി, ഫുള്ള് ശരിക്കും മഴ. നമുക്ക് ക്യാമറയിൽ എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് അറിയില്ല. മഴ ചെരിഞ്ഞൊക്കെ വീശുമ്പോ ഉള്ളൊരു ഫീലില്ല. ആ ഫീലിൽ ഇങ്ങനെ കോട നിറഞ്ഞു നിൽക്കാണ്. ഒന്നും കാണുന്നില്ല ഗൈസ്. ഇവിടെ റോഡൊക്കെ എല്ലാരും നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങളിപ്പോ ഇങ്ങനെ ബലിയിടാൻ പോകുന്ന അതെ, വഴി മനസ്സിലാവുന്നില്ല. പിന്നെ അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, അങ്ങനെ ആനകളുടെ ഇതുണ്ടാവും. അതെ, ഞങ്ങൾ AC ഇട്ടിട്ടില്ല, ഗ്ലാസ് തുറന്നിട്ടതാ. നല്ല രസമുണ്ട് ഭയങ്കര എന്താ പറയാ, സന്തോഷത്തില്. ഞങ്ങള് വയനാട്ടിൽ പോയിട്ട് പോലും, അന്ന് വയനാട്ടിൽ പോയിട്ട് പോലും നമുക്ക് ഇത്ര ഒരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടില്ലായിരുന്നു. താല്പര്യമുള്ളവരൊക്കെ ശരിക്കും തിരുനെല്ലി പയ്യമ്പള്ളി. ഈ സൂര്യൻ വന്നു ഗായ്സ്, സൂര്യൻ വന്നു. ഇവിടൊക്കെ എന്തൊക്കെയോ ബോർഡൊക്കെ കാണുന്നുണ്ട്, പക്ഷെ ലെയർ അടിക്കുന്നുണ്ട് ഗ്ലാസ്. അതെ, എന്തിനെങ്കിലൊക്കെ ഒന്ന് കാണാൻ പറ്റിയേനെ. കാരണം അങ്ങനെ ഒരുപാട് എന്താ പറയാ, സ്ഥിരം റൂട്ടല്ല ബസ്, അങ്ങനെ ചിലപ്പം ആയിരുന്നു. ബട്ട് ഞങ്ങൾക്ക് മിസ്സായി. കോട, അതെ, അതെ. ഒരു കാപ്പിത്തോട്ടം കണ്ടു ഗൈസ്. കുറെ ഇത് ഫോറസ്റ്റിന്റെ വണ്ടിയാ. അല്ല, ഇവിടെയൊക്കെ കൊറേ കൃഷിയാ തോന്നുന്നുണ്ട്. കൊറേ കാപ്പിത്തോട്ടം ഉണ്ട്, പിന്നെ കൊറേ വാഴത്തോട്ടം, തേക്ക്, കവുങ്ങ്. സോറി, ഇതൊക്കെ കാപ്പിത്തോട്ടം ഗൈസ്. കണ്ടു കോടമഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെട്ടു. കോടമഞ്ഞിന്റെ ആ കുളിർമയിലിരിക്കുകയാണ് ആള്. പുറത്തിറങ്ങി കുറച്ച് വെയിൽ കൊള്ളുമ്പോൾ മാറി കിട്ടും. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. മാനന്തവാടി വഴി വയനാട്ടിലേക്കല്ല, തിരുനെൽവേലിയിലേക്ക്. തിരുനെല്ലിയിലേക്ക് അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ്. ഇറ്റ്സ് ബ്ലോംബ്ലാസ്റ്റിക്, മാർവലസ് ബ്ലോംബ്ലാസ്റ്റിക്. ഇവിടെയൊക്കെ ഉണ്ട്
ഇവിടത്തൊക്കെ ഫെൻസിംഗ് ഒക്കെ പൊളിച്ചിട്ടിട്ടുണ്ട്, അതൊക്കെ വലിച്ചിട്ടുണ്ട്. അതെ, ഇതുവഴിയൊക്കെ ആദ്യം പോയിട്ടുണ്ടോ എന്ന് രാത്രിയൊക്കെ അതുകൊണ്ട് ഇവിടുത്തെ ഫെൻസിംഗ് ഉണ്ട്. ഇങ്ങനെ ഫെൻസിംഗ് ഉണ്ട്, മോളിൽ നിന്ന് പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും ഫെൻസിംഗ്. നമുക്ക് എന്തിനെങ്കിലും കാണാൻ പറ്റിയായിരുന്നെങ്കിൽ. പക്ഷെ നല്ലൊരു വഴിയില് കാണാൻ നല്ല രസമാണ്, നല്ല ഭംഗിയുണ്ട്. വലിയൊരു വീട്, ഇഷ്ടം പോലെ ഉണ്ട്. ചെറുതും വലുതൊക്കെ നമ്മളെ നോക്കുന്നുണ്ട്, ഒരു പേടിയുണ്ട്. ഏട്ടത്തിയുടെ ഫ്രണ്ടിലെടുക്കും. കുട്ടിയൊക്കെ ഉണ്ട്, കാട്ടുപോത്ത്. അതെ, ചിലപ്പോ അഗ്രസീവ് ആവും. നമ്മളെ തന്നെ നോക്കുന്നുണ്ട്, കുറച്ചധികം ഉണ്ട്. അതെ, കൊറേ ഉണ്ട്, താഴേക്കൊക്കെ ഉണ്ട്. കാണുന്നുണ്ടോന്ന് വിചാരിക്കുന്നു. കണ്ടോ? അതെ അതെ, വളരെ ക്ലോസിലി കാണാൻ പറ്റും. മറ്റൊരു വരണവരെ കാണാൻ സമയമുണ്ട്. കുട്ടി ഉണ്ടായിരുന്നു, പക്ഷെ കുട്ടീനെ കിട്ടിയില്ല. കുട്ടി കുറച്ചുകൂടി ഇലകളുടെ ഇടയിൽ. അങ്ങോട്ട് കൊറേ ഉണ്ട്, താഴേക്കുണ്ട്, ഞങ്ങൾക്ക് അങ്ങനെ കാണുന്നില്ല. കുട്ടിയെ നടന്നോണ്ട്. അയ്യോ, അതെ, കുട്ടി 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 ഫോട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത്. കാണാൻ പറ്റുന്നുണ്ടോ? കാണാം. തൊട്ടടുത്ത് റോഡ് സൈഡിലാണ്. അതെ, റോഡ് സൈഡിലാ. നല്ല വ്യൂ ആയിരുന്നു. അതെ, കോടയും കിട്ടി, കാറ്റിനെയും കിട്ടി. പക്ഷെ ഒരു നോട്ടം അത്ര ശരിയില്ല, അതുകൊണ്ട് ഒരു ടെൻഷൻ ഉണ്ട്. വെറുതെ നിൽക്കുക, കാരണം വണ്ടി ഓണാക്കി തന്നെ ഇട്ടിട്ടുണ്ട്. കാരണം അതിന്റെ മൂവ്മെന്റ് ഒന്നും അത്ര ശരിയില്ല. കുട്ടിയുണ്ട്, അതുകൊണ്ട് ചിലപ്പോ അത് അഗ്രസീവ് ആവും. വണ്ടിക്കാര് വരാണെങ്കിൽ കാണിച്ചു കൊടുക്കാം. മോടയും കിട്ടി, കാട്ടിനെയും കിട്ടി, പോയി വട്ടലും പോയി, ബോട്ടും കിട്ടി. താഴേക്ക് നോക്കിയ വീടൊക്കെ ഉണ്ട്. റോഡും നല്ല റോഡാ, ഇല്ലാത്ത റോഡാ. സമാധാനം. ചെറിയൊരു ഭാഗം നമുക്ക് ഇത്തിരി മോശമായിരുന്നു. ഈ റൂട്ടല്ല, നമുക്കത് വഴി തെറ്റിയായിരുന്നു. ബാക്കിയൊക്കെ നല്ലായിരുന്നു. ശ്രീ തിരുനെല്ലി ക്ഷേത്രം. വീണ്ടും ഞങ്ങൾ കാട്ടിലെത്തി, ഒരു കാട് പോലെ. മൊത്തത്തിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല ഡ്രൈവ് ആയിരുന്നു. കോട കിട്ടി, കാട്ടീനെ കിട്ടി. പക്ഷെ ഒന്നും നമുക്ക് അധികം നിർത്താനും ആസ്വദിക്കാനും പറ്റില്ല, കാരണം അമ്പലത്തിലെത്തണം. പരിപാടികൾ കഴിഞ്ഞ് നമുക്ക് എന്താ പറയാ, കാട് സൂക്ഷിക്കുക എന്നുള്ള രീതിയിൽ. അപ്പൊ നമുക്ക് അത് കഴിഞ്ഞിട്ടേ ഭക്ഷണം കഴിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മള് ഒന്നിനും നിർത്തണില്ല. ഇപ്പൊ തന്നെ 8 മണിയായി. അതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. അതുകൊണ്ട് പിന്നെ ലേറ്റ് ആവണ്ട, രാവിലെ തന്നെ അമ്പലത്തിലെ കാര്യങ്ങൾ കഴിക്കാന്ന് വിചാരിച്ചു. തിരിച്ചു പോകുന്ന സമയത്ത് എന്തെങ്കിലും കുറച്ചും കൂടെ നല്ല വെയിലായി. കാട്ടിനെ തന്നെ നമുക്ക് എന്തോ ലക്കിന് കിട്ടിയതാണ്. അതും കോടയും രണ്ടും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാട്ടിയും തൊട്ടടുത്ത് കിട്ടി. അതെ, സൂല് പോയ പോലെ ഇത്ര അടുത്ത് കിട്ടില്ല, അത്രയും നല്ല അടുത്ത് കിട്ടി. വലിയ അലമ്പില്ലാണ്ടാവും. അങ്ങനെ നിന്ന് തന്നു. അതെ, അത് പെട്ടെന്ന് ഇങ്ങനെ എന്താണ് ആ ഒരു കറുത്ത സാധനം എന്ന് നോക്കിയിട്ട് നിന്ന്. അതുകൊണ്ട് ഇതാണ് തിരുനെല്ലിക്കുള്ള ആ ജംഗ്ഷൻ. ഇവിടെ നിന്ന് ഇങ്ങനെ കയറി പോയിട്ട് ഇവിടെ കുറച്ച് കടകളൊക്കെ കാണാം. പിന്നെ ഇങ്ങനെ എന്താ പറയാ, അതെ, പൂജയ്ക്കുള്ള ഈ തോർത്ത്, അങ്ങനെ ബലിയുള്ള അങ്ങനത്തെ കടകളുണ്ട് അവിടെ. പിന്നെ ഇവിടെ കുറെ KSRTC ഉണ്ട്, ട്രാവലറൊക്കെ വന്നോണ്ടിരിക്കും. തിരക്കുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ, അത്യാവശ്യം തിരക്കുണ്ടെന്ന് തോന്നുന്നു. പിന്നെ അത്യാവശ്യം റൂംസ്, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു റൂംസ്, പാർക്കിംഗ് മുകളിലേക്ക് ഉണ്ട്. അല്ല, മുകളിലേക്ക് ഉണ്ട് കേട്ടോ.
നമ്മൾ അത്രയും നടക്കണ്ടേ അല്ല മുകളിലും. അങ്ങനെ ഇതേ ഞങ്ങൾ അമ്പലത്തിന്റെ ഫ്രണ്ടിലെത്തി. ഞാനിപ്പോ വോയിസ് ഓവർ കൊടുക്കുന്നത് കാരണം നമുക്ക് ഉള്ളില് ക്യാമറ അങ്ങനെയൊന്നും കൂടുതൽ അലൗഡ് അല്ല. ഈ ഏരിയയിലൊന്നും പ്രശ്നമില്ല, പക്ഷെ എന്നാലും നമുക്ക് അവിടുന്ന് സംസാരിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പൊ ഞങ്ങളിത് ഇവിടുത്തെ ഇത് പണ്ടത്തെ അമ്പലത്തിന്റെ അതേ ഇത് ഇതുവരെ പൊളിച്ചു കളഞ്ഞിട്ടില്ല. ഉള്ളിൽ ഇപ്പൊ റിനോവേറ്റ് ചെയ്തു, പക്ഷെ പുറത്തത്തെ ഒരു ഇത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഭയങ്കര കാരണം ടോപ്പിലായതുകൊണ്ട് തന്നെ നല്ലൊരു വൈബായിരുന്നു. പിന്നെ ഞങ്ങള് അവിടെ എത്തിയ കറക്റ്റ് സമയത്ത് അവിടെ ശീവേലി നടക്കുമായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഇങ്ങനെ ചുറ്റമ്പലം ഇങ്ങനെ ചുറ്റുന്നുണ്ടായിരുന്നു ഇങ്ങനെ വിഗ്രഹമായിട്ട്. അപ്പൊ അതൊക്കെ കാണാൻ പറ്റി നമുക്ക്. പിന്നെ ഇത് കുറെ പേര് അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നത് ഈ ബലിയിടാനുള്ള അങ്ങോട്ടേക്ക് പോകുന്നതിന്റെ മുമ്പ് അവിടെ നിന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ബലിക്കുള്ള സാധനങ്ങൾ നമുക്ക് തരും. ഓരോരുത്തർക്ക് നമുക്ക് അവർ കയ്യിൽ തരും. അപ്പൊ അതുമായിട്ടാണ് നമുക്ക് പോകേണ്ടത്. അതുപോലെ ഇത് ഇവിടെ കുറെ സ്റ്റോളുകളൊക്കെ ബലിയിടുന്ന അങ്ങോട്ടേക്ക് പോകുന്ന കൽപാദങ്ങളാണത്. അവിടെ നമുക്ക് ഈ സ്റ്റോളുകളൊക്കെ ഉണ്ട്. തോർത്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പാപനാശിനിയിലോട്ട് പോകുന്ന സ്ഥലമാണ്. അപ്പൊ തോർത്ത് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മേടിക്കാം. ഇല്ല വയനാടൻ അങ്ങനത്തെ ഉൽപ്പന്നങ്ങളുള്ള സ്റ്റോളുകളുണ്ട്. അങ്ങനെ എന്തെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അങ്ങനെ ഞങ്ങൾ കുറേ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ നടന്ന് അത്യാവശ്യം പോകാനുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അവിടെ ക്യാമറ അലൗഡ് അല്ലായിരുന്നു. ഈ ഒരു ഏരിയയിലൊന്നും പ്രശ്നമില്ല കേട്ടോ. ഈ ഒരു ഏരിയയിൽ ക്യാമറ പ്രശ്നമില്ല. ഇത് നമുക്കൊരു മലയണ്ണാന്റെ ഒരു സൈറ്റ് കിട്ടി. മലയണ്ണാനെ കണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. വെയിലത്ത് ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അത് നല്ലൊരു ഇത് കിട്ടി. പിന്നെ ഇതേ നമ്മളെല്ലാവരും മുണ്ടും തോർത്തും ഒക്കെ ഈ ഒരു ഇതിലാണ് നമുക്ക് പോകേണ്ടത്. കാരണം ഇത് മൊത്തം നനയാനുള്ളതായതുകൊണ്ട് ആ ഒരു ഇതിലായിരുന്നു. അപ്പൊ കുറെ അങ്ങോട്ടേക്കാണ് ഇത് ചെയ്യുന്നത്. അങ്ങോട്ടേക്ക് ക്യാമറ അലൗഡ് അല്ല. ഞാൻ എടുത്ത് പറയുകയാണ്, അങ്ങോട്ടേക്ക് ക്യാമറ അലൗഡ് അല്ല. പ്രത്യേകം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടുന്ന് മുകളിൽ നിന്ന് തന്നെ പറയുന്നുണ്ട് അലൗഡ് അല്ല. ഇതെന്റെ കസിൻ ബ്രദേഴ്സ്, എൻ്റെ അനിയൻ കസിൻ ബ്രദേഴ്സ്, പിന്നെ അമ്മയുടെ കസിൻ ബ്രദേഴ്സ്, അമ്മച്ചൻ്റെ അനിയന്മാര്, പപ്പ, ഞങ്ങൾ അമ്മ, മേമ എല്ലാവരും ബലിയിടുന്നുണ്ടായിരുന്നു. അങ്ങനെ ബലിക്കുള്ള എല്ലാം കയ്യിലായി. പപ്പയുടെ കയ്യിൽ എല്ലാ ബലിക്കുള്ള ഇതെല്ലാവർക്കും ഉള്ളതാണ് കേട്ടോ. ഓരോ ഞങ്ങൾ തിരിച്ചു വന്ന ഇവിടെ ബ്ലോക്കിൽ പെട്ടെടുക്കാണ്. നേരമായി ഞങ്ങളിവിടെ പെട്ടെടുക്കുന്നു ചുരത്തില്. എല്ലാ അമ്പലത്തിലെ എല്ലാ ചടങ്ങുകളും കഴിഞ്ഞു തിരിച്ചിറങ്ങി. നല്ല തിരക്കുണ്ടായിരുന്നു. സമയം ഏകദേശം 11 മണിയായി. നെയ് റോസ്റ്റ് കഴിച്ചു. അതെ, ഒരു നെയ് റോസ്റ്റ് കഴിച്ചു. അവിടെ ബലി ഇടുന്ന സ്ഥലത്ത് നല്ല ഇതായിരുന്നു. ആ വെള്ളത്തിനൊക്കെ ഭയങ്കര തണുപ്പായിരുന്നു. എന്താ പറയാ, ഭയങ്കര തണുപ്പായിരുന്നു. നല്ല സുഖം ഉണ്ടായിരുന്നു. പക്ഷെ മുങ്ങാനുള്ളൊരു 3 പ്രാവശ്യം ഫുള്ള് നമ്മള് തല നനയ്ക്കണം. അപ്പം അത് ഭയങ്കര ഒരു ടാസ്ക് ആയിരുന്നു. പക്ഷെ എല്ലാം നല്ല രീതിക്ക് എല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിന്റെ ഉള്ളിൽ കയറി ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ അവിടെ കുറേ സ്റ്റോളുകളിൽ പുറത്തത്തെ ആ ഒരു ഏരിയയില് ഉള്ളില് ശ്രീകോവിലിന്റെ ഉള്ളില് ഫോട്ടോ പാടില്ല. കർമ്മം ചെയ്യുന്ന അവിടെയും ഫോട്ടോ പാടില്ല. അവിടെ നിന്നും എടുത്തിട്ടില്ല. ആ ചുറ്റമ്പലത്തിന്റെ അവിടെ ആർക്കും വേണമെങ്കിലും അവിടെ കയറാം. അമ്പലത്തിന്റെ ഉള്ളില് മാത്രം പ്രവേശിക്കാൻ പറ്റില്ല എന്നുള്ളതേ ഉള്ളൂ. എല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞു. ഞങ്ങൾ ഇത് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. അതെ, ആന ഇറങ്ങിയെന്ന് കേട്ടു. ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പം അങ്ങോട്ടേക്ക് ഫോറസ്റ്റിന്റെ ഒരു ജീപ്പ് പോകുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പൊ അതായിരിക്കും തോന്നുന്നു. പക്ഷെ കാണുമെന്ന് അറിയില്ല. ഞങ്ങളിപ്പം അവിടെ നിന്നൊരു ഡ്രൈവർ പറഞ്ഞതാ. അത്യാവശ്യം നല്ല വെയിലായി. ഇപ്പൊ നല്ല തിരക്കായി. അങ്ങോട്ടേക്ക് വലിയ വലിയ ബസ്സുകളും ഒക്കെ പോകുന്നുണ്ട്. നേരത്തെ നമുക്ക് ഭയങ്കര സുഖമായിരുന്നു. അധികം വാഹനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം പിന്നെന്താ, ഒരാൾ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യുന്നു. കോസ്റ്റ്യൂം ഒക്കെ ചേഞ്ച് ചെയ്ത് ഭക്തിമാർഗം വിട്ടു ഫ്രീക്ക് മാർഗായി. അതെ, ഫ്രീക്ക് മാർഗായി. ഫോട്ടോ സെക്ഷൻ ഉള്ളത് കൊണ്ട് അതെ, കുറിയും കൂടെ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ സെറ്റായി. അപ്പൊ ഇതൊരു കുഞ്ഞു മിനി വ്ലോഗ് ആയിരുന്നു ഇന്നത്തെ. ആനനെ കാണുകയാണെങ്കിൽ ഞങ്ങൾ ഡീറ്റെയിൽസ് ഇടാം. അതിലേക്ക് ബൈ ബൈ ബൈ.